ഹലോ എവരിവൺ, വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ ടൈപ്സ് ഓഫ് ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ ക്ലാസിക്കൽ ലിബറലിസത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ലിബറലിസത്തെ കുറിച്ചാണ്. ക്ലാസിക്കൽ ലിബറലിസം കഴിഞ്ഞ് വരുന്ന ലിബറലിസം ആണല്ലേ, ടൈപ്പ് ഓഫ് ലിബറലിസം ആണെന്ത് മോഡേൺ ലിബറലിസം. എന്താണ് മോഡേൺ ലിബറലിസം, എന്തൊക്കെയാണ് മോഡേൺ ലിബറലിസത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്ട്രിൻസ്, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മോഡേൺ ആൻഡ് ക്ലാസിക്കൽ ലിബറലിസം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മോഡേൺ ലിബറലിസം റിലേറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. So what is modern liberalism? Modern liberalism is also known as 20th century liberalism. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിക്കൽ ലിബറലിസം 19th century liberalism എന്നാണ് അറിയപ്പെടുന്നത്. മോഡേൺ ലിബറലിസം എന്താണ് അറിയപ്പെടുന്നത്? 20th century liberalism എന്നാണ് മോഡേൺ ലിബറലിസം അറിയപ്പെടുന്നത്. 20ാം നൂറ്റാണ്ടിലെ ലിബറലിസം എന്നാണ് എന്ത് മോഡേൺ ലിബറലിസം അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ ലിബറലിസം 19th century liberalism എന്നാണ് അറിയപ്പെടുന്നത്. Industrialization had brought about massive expansion of wealth for some, but was also accompanied by spread of slums, poverty, ignorance and diseases. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ഫിലോസഫി അല്ലെ സോഷ്യൽ ഡാർവിനിസത്തെയാണ് എൻകറേജ്. ക്ലാസിക്കൽ ലിബറലിസം സോഷ്യൽ ഡാർവിനിസം അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഫിലോസഫിയാണ് എൻകറേജ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ ലിബറലിസം മുന്നോട്ട് വെച്ച സിസ്റ്റത്തിന് ഒരുപാട് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോബാക്ക് ആയിരുന്നു എന്ത്, ഇറ്റ് ഇൻക്രീസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്നത്. അപ്പം ക്ലാസിക്കൽ ലിബറലിസം മുന്നോട്ട് വെച്ച സിസ്റ്റം ആരെയാണ് മെയിൻലി ഹെൽപ്പ് ചെയ്തത്? ഒരു ചെറിയ ശതമാനമായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആൾക്കാരെയാണെന്ത് ക്ലാസിക്കൽ ലിബറലിസം ഹെൽപ്പ് ചെയ്തത്. അപ്പം ഇറ്റ് ഇൻക്രീസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ എന്നുള്ളതായിരുന്നു എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ അല്ലെ ഡ്രോബാക്ക്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഡ്രോബാക്ക് റെക്ടിഫൈ ചെയ്യാനാണ് ഇത് മോഡേൺ ലിബറലിസം മുന്നോട്ട് വരുന്നത് അല്ലെ മോഡേൺ ലിബറലിസം എമേർജ് ചെയ്ത് വരുന്നത്. ദ മിനിമൽ സ്റ്റേറ്റ് ഓഫ് ക്ലാസിക്കൽ തിയറി വാസ് ക്വൈറ്റ് ഇൻകാപ്പബിൾ ഓഫ് റെക്ടിഫൈ ദ ഇൻജസ്റ്റിസ് ആൻഡ് ഇൻഇക്വാലിറ്റീസ് ഓഫ് സിവിൽ സൊസൈറ്റി. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഇൻഇക്വാലിറ്റി ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻഇക്വാലിറ്റിയും ഇൻജസ്റ്റിസും ഒന്നും ക്ലാസിക്കൽ ലിബറലിസം മുന്നോട്ട് വെച്ച സിസ്റ്റത്തിന് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അപ്പം മോഡേൺ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റം എമേർജ് ചെയ്തു വന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ലെ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് അല്ലെ ഡ്രോബാക്സ് റെക്ടിഫൈ ചെയ്യാനാണ് എന്ത് മോഡേൺ ലിബറലിസം എമേർജ് ചെയ്തു വരുന്നത്. മോഡേൺ ലിബറൽസ് were therefore prepared to advocate the development of interventionist or enabling state. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റർവെൻഷനിസ്റ്റ് ഓർ എനേബിളിംഗ് സ്റ്റേറ്റ്. ക്ലാസിക്കൽ ലിബറലിസം എന്താണ് പറയുന്നത്? ക്ലാസിക്കൽ ലിബറലിസം പറയുന്നു ഫ്രീ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ എന്താണ് മിനിമൽ സ്റ്റേറ്റ് ആണ് ക്ലാസിക്കൽ ലിബറലിസം പറയുന്നത്. അതായത് ഗവൺമെന്റിന് വലിയ റോള് വേണ്ട എന്നുള്ളതാണ്. എക്സ്പെഷ്യലി കമ്മിങ് ടു എക്കണോമിക് സ്പിയറിൽ വരുമ്പോൾ എന്താണ് ഗവൺമെന്റിന് വലിയ റോള് വേണ്ട, ഗവൺമെന്റ് എന്താണ് മാർക്കറ്റിൻ്റെതായ വഴിക്ക് വിടണം എന്നുള്ളതാണ് എന്ത് ക്ലാസിക്കൽ ലിബറൽ തിയറി പറയുന്നത്. അപ്പോൾ മോഡേൺ ലിബറൽ തിയറി നേരെ തിരിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഗവൺമെന്റിന് റോള് വേണം, ഗവൺമെന്റ് ഒരു ഇന്റർവീനിങ് ബോഡി അല്ലെങ്കിൽ എന്താണ് എനേബിളിംഗ് ബോഡി ആയിട്ട് എന്താണ് സമൂഹത്തിൽ അല്ലെ ജനങ്ങളുടെ ഇടയിൽ നിലകൊള്ളണം. എക്സ്പെഷ്യലി കമ്മിങ് ടു എക്കണോമിക് സ്പിയർ അല്ലെ എക്കണോമിക് സെക്ടറിൽ എന്താണ് ഗവൺമെന്റിന് ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് അല്ലെ റോള് വേണം എന്നുള്ളതാണ് എന്ത് മോഡേൺ ലിബറലിസം പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 20th century liberalism, മോഡേൺ ലിബറലിസം ഈസ് ഓൾസോ നോൺ ആസ് 20th century liberalism. അതോടൊപ്പം തന്നെ എന്താണ് ഇന്റർവെൻഷനിസ്റ്റ് സ്റ്റേറ്റ് ഓർ എനേബിളിംഗ് സ്റ്റേറ്റ്. നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദ ക്ലിയറസ്റ്റ് ബ്രേക്ക് വിത്ത് ഏർലി ലിബറൽ തോട്ട് കെയിം ഇൻ ദ ലേറ്റ് 19th century വിത്ത് ദ വർക്ക് ഓഫ് UK ഫിലോസഫർ TH ഗ്രീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് TH ഗ്രീൻ എന്ന് പറയും. നമ്മൾ മോഡേൺ ലിബറലിസം പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പേരാണെന്ത് TH ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ TH ഗ്രീനിന്റെ തോട്ട് പ്രോസസ് അല്ലെ TH ഗ്രീൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണെന്ത് മോഡേൺ ലിബറലിസം എമേർജ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫിലോസഫിയാണ് അല്ലെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തോടെയാണ് എന്ത് മോഡേൺ ലിബറലിസം എമേർജ് ചെയ്ത്
വരുന്നത് എന്നുള്ളതാണ്. ഹൂസ് റൈറ്റിംഗ് ഇൻഫ്ലുവൻസ് ജനറേഷൻ ഓഫ് സോ കോൾഡ് ന്യൂ ലിബറൽ തിങ്കേഴ്സ് ഹറോൾഡ് ലെസ്കി, എൽ.ടി. ഹോബൗസ്, ജെ ഹോബ്സൺ. ഈ പേരുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇവരെല്ലാം മോഡേൺ ലിബറൽസ് ആണ്. അപ്പം ഇവരെ എല്ലാം സ്വാധീനിച്ച 6 റൈറ്റിംഗ്സ് ആണ്, അല്ലെ 6 തോട്ട് പ്രോസസ് ആണ്, അല്ലെങ്കിൽ 6 ഫിലോസഫിയാണ് ടി.എച്ച്. ഗ്രീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് ടി.എച്ച്. ഗ്രീൻ. അപ്പോൾ ടി.എച്ച്. ഗ്രീൻ്റെ റൈറ്റിംഗ്സ് ആണ് എന്ത്, ആ ഒരു ട്രാൻസിഷൻ ഫ്രം ക്ലാസിക്കൽ ലിബറലിസം ടു മോഡേൺ ലിബറലിസം ഇനീഷ്യേറ്റ് ചെയ്തത്. ആ ട്രാൻസിഷൻ ഇനീഷ്യേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്, 6 റൈറ്റിംഗ്സിലൂടെയാണ്, ടി.എച്ച്. ഗ്രീൻ്റെ റൈറ്റിംഗ്സിലൂടെയാണ്. T.H. Green believed that the unrestrained pursuit of profit as advocated by classical liberalism had given rise to new forms of poverty and injustice. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ലാസിക്കൽ ലിബറലിസം മുന്നോട്ട് വെച്ച ഒരു എക്കണോമിക് സിസ്റ്റം എന്താണ്, ഒരുപാട് അനീതികളും അതോടൊപ്പം തന്നെ എന്താണ്, അസമത്വം ഓൾറെഡി സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന അസമത്വം അല്ലെങ്കിൽ ഇനിക്വാലിറ്റി കൂട്ടിയതല്ലാതെ എന്താണ്, അത് കുറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം എന്താണ്, സൊസൈറ്റീനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. മൊത്തത്തിൽ എന്താണ്, അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇല്ല. അങ്ങനെ അദ്ദേഹം അതിന് ബദലായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്താണ്, ലിബറൽ തോട്ട് അല്ലെങ്കിൽ ലിബറൽ ഫിലോസഫിയെ അപ്ഡേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സാഹചര്യത്തെ മാറ്റാൻ വേണ്ടി ലിബറലിസത്തെ അപ്ഡേറ്റ് ചെയ്യുകയാണെന്ത് ടി.എച്ച്. ഗ്രീന് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് ടി.എച്ച്. ഗ്രീൻ്റെ ഒരു ഫോട്ടോ ആണ്. ടി.എച്ച്. ഗ്രീൻ ആണിത്. ഒന്ന് നോട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് ടി.എച്ച്. ഗ്രീൻ. അതോടൊപ്പം തന്നെ ഹറോൾഡ് ലെസ്കിയും എൽ.ടി. ഹോബൗസും ജെ ഹോബ്സൺ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡേൺ ലിബറൽസ് ആണ്. അവരെല്ലാം പേര് നോട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഡോക്ട്രിൻസ് ഓഫ് മോഡേൺ ലിബറലിസം? ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി ആണ്. നമ്മൾ ക്ലാസിക്കൽ ലിബറലിസം പഠിച്ചപ്പോൾ ഇൻഡിവിജ്വലിസത്തെ കുറിച്ച് പഠിച്ചു. അപ്പം മോഡേൺ ലിബറലിസം വരുമ്പോൾ അത് ഇൻഡിവിജ്വാലിറ്റി ആണ്, ഇൻഡിവിജ്വലിസം അല്ല, ഇൻഡിവിജ്വാലിറ്റി ആണ്. എന്താണ് ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് ഇൻഡിവിജ്വലിസം റാദർ ദാൻ എ ക്രൂഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ ഇൻട്രസ്റ്റ് അല്ലെ സെൽഫിഷ് ഇൻട്രസ്റ്റ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, സെൽഫിഷ് ഇൻട്രസ്റ്റ് അവരുടെ പിന്നെ വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ് അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ല ഫോക്കസ് ചെയ്യേണ്ടത്. മറിച്ച് എന്താണ്, ഡെവലപ്മെന്റൽ ആസ്പെക്റ്റിലാണെന്ത്, ഓരോ വ്യക്തികളുടെ ഡെവലപ്മെന്റൽ ആസ്പെക്റ്റിലാണെന്ത് അവർ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് നോട്ട് കൺസേൺ വിത്ത് സിമ്പിൾ പ്ലഷർ സീക്കിംഗ് ബട്ട് വിത്ത് പേഴ്സണൽ സെൽഫ് ഡെവലപ്മെന്റ്. അത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആകാൻ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. നമുക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടാവും, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാവും, ടീച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ട. അല്ലാതെ നമുക്ക് കുറേ സെൽഫിഷ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, മറ്റുള്ളവർക്കെതിരെ കോമ്പീറ്റ് ചെയ്ത് അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ പിന്നെ കഴിവുകൾ, നമ്മളെ ഇൻട്രസ്റ്റ്, അതൊക്കെ എന്താണ് കഴിവുകൾ, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതെങ്ങനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെ.എസ്. മിൽ എംഫസൈസ് ഓഫ് ഹയർ പ്ലഷർ റാദർ ദാൻ ലോവർ പ്ലഷർ. അപ്പം ജെ.എസ്. മിൽ ഇങ്ങനെ നമ്മളെ കഴിവുകളെ എൻഹാൻസ് ചെയ്യുന്നത് അല്ലെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, ഹയർ പ്ലഷർ ആണ് എന്നുള്ളതാണ് ജെ.എസ്. മിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പെർസ്യൂ ചെയ്യുന്നത് എന്താണ്, ലോവർ പ്ലഷർ ആണെന്നാണ് ജെ.എസ്. മിൽ പറയുന്നത്. Individuals' ability to take control of their lives, to gain autonomy to or achieve self-actualization വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് നമുക്ക് ഒരുപാട് ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പിന്നെ കഴിവുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീംസ്. അപ്പോൾ പാട്ട് പാടാനാണ് കഴിവെങ്കിൽ എന്താണ് വലിയൊരു പാട്ടുകാരനാകുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനാണ് നമ്മളെ കഴിവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹമെങ്കിൽ വലിയൊരു ഡാൻസുകാരനാകുക, അപ്പോൾ ഡാൻസർ ആകുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഫെയർ ആയിട്ട് അച്ചീവ് ചെയ്യാനാണെന്ത് ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഇൻഡിവിജ്വാലിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ക്രൂഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെൽഫിഷ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രമല്ല ലൈഫിന് മറ്റു പല ഡയമെൻഷൻസും ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിവിജ്വാലിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് പോസിറ്റീവ് ഫ്രീഡം. നമ്മൾ ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഫ്രീഡവും നെഗറ്റീവ് ഫ്രീഡവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ പോസിറ്റീവ് ഫ്രീഡം ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഓഫ് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് മോഡേൺ ലിബറലിസം എന്ന് പറയുന്നത്. അപ്പം ഇൻ ദ പ്ലേസ് ഓഫ് നെഗറ്റീവ് ഫ്രീഡം ഗ്രീൻ പ്രപ്പോസ് ദ ഐഡിയ ഓഫ് പോസിറ്റീവ് ഫ്രീഡം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ പ്രപ്പോസ് ദ ഐഡിയ ഓഫ് പോസിറ്റീവ് ഫ്രീഡം. മോഡേൺ ലിബറലിസം വരുമ്പോൾ നെഗറ്റീവ് ഫ്രീഡം അല്ല വരുന്നത്. എന്താണ് മോഡേൺ ലിബറലിസം അല്ലെങ്കിൽ മോഡേൺ ലിബറൽസ് ഏത് ടൈപ്പ് ഓഫ് ഫ്രീഡത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നെഗറ്റീവ് ഫ്രീഡത്തിനല്ല, പോസിറ്റീവ് ഫ്രീഡത്തിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീഡം ഈസ് ദ അബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ആൻഡ് അറ്റൈൻ ഇൻഡിവിജ്വാലിറ്റി. ഇത് ഫസ്റ്റ് ഡോക്ട്രിൻ്റെ ഒരു റിലേറ്റഡ് പോയിന്റ് ആണ്, കണക്റ്റഡ് പോയിന്റ് ആണ്. എന്ത്
പോസിറ്റീവ് ഫ്രീഡം. അപ്പം ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ കഴിവുകളെ എൻഹാൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ആ സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിൽ എത്തണേൽ എന്താണ് നമുക്ക് പോസിറ്റീവ് ഫ്രീഡം ആണ് വേണ്ടത് എന്നുള്ളതാണ്. അതിനെയാണ് എന്ത് പോസിറ്റീവ് ഫ്രീഡം എന്ന് പറയും. നമ്മളെ കഴിവുകളെ എൻഹാൻസ് ചെയ്ത് അതിനെ പെർസ്യൂ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ് അല്ലെ ആ ഒരു സ്റ്റേജ് പീക്ക് സ്റ്റേജിലെത്തും നമ്മളെ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആകാം, അല്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ആകാം, നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആ ഒരു പീക്ക് സ്റ്റേജ് ഉണ്ടാവില്ലേ, ആ സ്റ്റേജിൽ എത്താൻ വേണ്ടി എന്താണ് ഉള്ള സാഹചര്യത്തെയാണെന്ത് പോസിറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ അബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു റിയലൈസ് ഹിസ് ഓർ ഹർ പൊട്ടൻഷ്യൽ ആൻഡ് അറ്റൈൻ സ്കിൽസ് ആൻഡ് നോളജ് ആൻഡ് അച്ചീവ്. അപ്പം എന്താണ് ഓരോ വ്യക്തികളുടെ അബിലിറ്റി ആണെന്ത് ആ ഒരു സ്റ്റേജിൽ എത്താനുള്ള അബിലിറ്റി ആണെന്ത് പോസിറ്റീവ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ TH ഗ്രീൻ ഫ്രീഡം അൾട്ടിമേറ്റ്ലി കൺസിസ്റ്റഡ് ഇൻ ഇൻഡിവിജ്വൽസ് ആക്ടിങ് മോറലി. അപ്പം അത് മോറലി ആണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, ഫെയർ ആയിട്ടാണ് അച്ചീവ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിയോ മറ്റുള്ളവർക്കെതിരെ അൺഫെയർ ആയിട്ട് ആക്ട് ചെയ്തോ അല്ല എന്ത് നമ്മൾ ഈ സ്റ്റേജിൽ എത്തേണ്ടത് മോറലായിട്ട് ഫെയർ ആയിട്ടാണ് എന്ത് നമ്മൾ ഈ സ്റ്റേജിൽ എത്തേണ്ടത് എന്നുള്ളതാണ് ഗ്രീൻ പറയുന്നത്. അതാണ് പോസിറ്റീവ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പോസിറ്റീവ് ഫ്രീഡം ഈസ് അബൌട്ട് അറ്റൈനിങ് ദ സ്റ്റേജ് ഇൻഡിവിജ്വൽസ് അബിലിറ്റി ടു അറ്റൈൻ ദ സ്റ്റേജ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ സെൽഫ് റിയലൈസേഷൻ. അതാണെന്ത് പോസിറ്റീവ് ഫ്രീഡം എന്ന് പറയുന്ന ഓരോ മനുഷ്യരുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്ത് ആ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആ സ്റ്റേജിൻ്റെ പീക്ക് പേഴ്സണാലിറ്റി പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ പീക്ക് സ്റ്റേജിൽ എത്താനുള്ള അബിലിറ്റി ആണെന്ത് അല്ലെ ആ ഒരു സാഹചര്യത്തെയാണെന്ത് പോസിറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത്. അടുത്തത് വെൽഫെയർ സ്റ്റേറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൽഫെയർ സ്റ്റേറ്റ്. ഇഫ് particular individuals or groups are disadvantaged by the social circumstances, then the state possesses a social responsibility to reduce or remove these disadvantages. അപ്പം ക്ലാസിക്കൽ ലിബറൽസ് എന്താണ് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പം എക്സ്റ്റേണൽ ഹെൽപ്പ് ഒന്നും ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവില്ല, സ്വന്തം കാര്യം അവരവർ തന്നെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരവർക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അവരവരുടെ കാര്യം അവരവർ തന്നെ നോക്കുക എന്നുള്ളതാണ്. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എയ്ഡ് എവിടുന്നും കിട്ടില്ല എന്നുള്ളതാണ് എന്ത് ക്ലാസിക്കൽ ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്ന സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പം ഇതിലെന്താണ് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ്. ഇഫ് സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ഡിസഡ്വാൻറ്റേജ്, അവർക്ക് ഹെൽപ്പ് ഉണ്ടാകും, ഗവൺമെൻറ് ഹെൽപ്പ് തരും, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് എന്ത് വെൽഫെയർ സ്റ്റേറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ഹാസ് എ സ്റ്റേറ്റ് പോസസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു റെഡ്യൂസ് ഓർ റിമൂവ് ദോസ് ഡിസഡ്വാൻറ്റേജസ്. അപ്പം സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ളവരല്ലേ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ല അവരെ എംപവർ ചെയ്യാൻ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിന് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് വെൽഫെയർ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിവറിജ് റിപ്പോർട്ട് ഇൻ UK ഔട്ട്ലൈൻ എ ബ്ലൂ പ്രിന്റ് ഫോർ എൻ എക്സ്റ്റൻഡ് വെൽഫെയർ സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിവറിജ് റിപ്പോർട്ട്. UK ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് റിപ്പോർട്ടാണ് ബിവറിജ് റിപ്പോർട്ട് ഔട്ട്ലൈൻ എ ബ്ലൂ പ്രിന്റ് ഫോർ എൻ എക്സ്റ്റൻഡ് വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഈസ് അറ്റാക്ക് ഓൺ സോ കോൾഡ് 5 ജെയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ 5 ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. വാണ്ട്, ഡിസീസ്, ഇഗ്നറൻസ്, സ്ക്വാലർ ആൻഡ് ഐഡൽനെസ്. വാണ്ടല്ല നീഡാണ് വേണ്ടത്, വാണ്ടല്ല വേണ്ടത്. അപ്പം ഇതാണെന്ത് 5 പ്രോബ്ലംസിനെ കുറിച്ചാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്താലേ റെക്ടിഫൈ ചെയ്താലേ നമുക്ക് എന്താണ് ആ ഒരു ഇക്വാലിറ്റി അല്ലെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ന്യൂ ഫ്രണ്ടിയർ പോളിസി ഓഫ് ജോൺ എഫ് കെനഡി ആൻഡ് ലിൻഡൻ ജോൺസൺസ് ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാം ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. അപ്പം ഇത് രണ്ട് ന്യൂ ഫ്രണ്ടിയർ പോളിസിയും അതോടൊപ്പം തന്നെ എന്താണ് ജോൺ എഫ് കെനഡിയുടെ ന്യൂ ഫ്രണ്ടിയർ പോളിസി അതോടൊപ്പം തന്നെ ലിൻഡൻ ജോൺസിൻ്റെ ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാമും രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇത് വെൽഫെയർ പോളിസി അല്ലെ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോളിസിയിലൂടെ എന്താണ് USA ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. വെൽഫെയർ സിസ്റ്റം അല്ലെ വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ട്രിൻ ആണെന്ത് എക്കണോമിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എക്കണോമിക് മാനേജ്മെന്റ് ഇത് വെൽഫെയർ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ ആണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് എക്കണോമിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ വെർച്വലി ഓൾ വെസ്റ്റേൺ സ്റ്റേറ്റ്സ് അഡോപ്റ്റഡ് പോളിസീസ് ഓഫ് എക്കണോമിക് ഇന്റർവെൻഷൻ. അപ്പം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അതായത് 1945 ശേഷം ഒരുപാട് വെസ്റ്റേൺ കൺട്രീസ് എന്താണ് എക്കണോമിക് ഇന്റർവെൻഷൻ അതായത് ഗവൺമെന്റ് എക്കണോമിക് സെക്ടറിൽ എക്കണോമിക് സ്പിയറിൽ ഗവൺമെന്റിന് റോള് കിട്ടി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആഫ്റ്റർ ദി എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ അഡോപ്റ്റഡ് പോളിസീസ് എക്കണോമിക് ഇന്റർവെൻഷൻ അതായത് എക്കണോമിക് സ്പിയറിൽ ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കിട്ടി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എസ്പെഷ്യലി ഇൻ മെജോറിറ്റി ഓഫ് വെസ്റ്റേൺ കൺട്രീസ്. ഓൾ വെസ്റ്റേൺ കൺട്രീസ് വെസ്റ്റേൺ സ്റ്റേറ്റ്സ് എല്ലാ വെസ്റ്റേൺ സ്റ്റേറ്റ്സിലും എന്താണ്
വേൾഡ് വാർ സെക്കൻഡിന് ശേഷം എക്കണോമിക് സ്പിയറിൽ പോളിസി മേക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കിട്ടി, ഇമ്പോർട്ടൻ്റ് റോള് കിട്ടി എന്നുള്ളതാണ്. ടു അറ്റംപ്റ്റ് പ്രിവെന്റ് എ റിട്ടേൺ ടു ദ പ്രീ വാർ ലെവൽസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്നു വേൾഡ് വാർ 2. നമുക്കറിയാം ഒരുപാട് എക്കണോമിക് കോൺസിക്വൻസ്, ഫൈനാൻഷ്യൽ കോൺസിക്വൻസസ് വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്തിരുന്നു, എക്സ്പെഷ്യലി ഇൻ ദ വെസ്റ്റേൺ കോണ്ടെസ്റ്റിൽ എന്താണ് ഒരുപാട് എക്കണോമിക് ഇഷ്യൂസ് അല്ലെ എക്കണോമിക് ലയബിലിറ്റീസ് അല്ലെ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് വേൾഡ് വാർ 2 എക്സ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് പിന്നെ അതിന്റെ കോൺസിക്വൻസ് അല്ലെ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇതിലൂടെ ശ്രമിച്ചത്, എക്കണോമിക് ഇന്റർവെൻഷനിലൂടെ ശ്രമിച്ചത് എന്നുള്ളതാണ്. ടു എ ലാർജ് എക്സ്റ്റെന്റ് ദീസ് ഇന്റർവെൻഷൻ പോളിസീസ് വർ ഗൈഡഡ് ബൈ ദ വർക്ക്സ് ഓഫ് UK എക്കണോമിസ്റ്റ് ജോൺ മെയ്നാർഡ് കീൻസ് അല്ലെ JF കീൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിനീഷ്യൻ പോളിസി. ഇതിനെ ഈ ഒരു പോളിസീസിനെ എന്താണ് കിനീഷ്യൻ പോളിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുക, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂട്ടുക ടുവേർഡ്സ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അതാണ് കിനീഷ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ക്യാൻ മാനേജ് ദ എക്കണോമീസ് ബൈ ഇൻഫ്ലുവൻസിങ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ്ങിൽ അത് പല രീതിയിലും വെൽഫെയറിസത്തിലേക്കാകാം, അല്ലെങ്കിൽ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്കാകാം, അതുവഴി എന്താണ് എക്കണോമി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കിട്ടി, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഇത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുക ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലാകാം, അല്ലെങ്കിൽ വെൽഫെയർ പോളിസീസിലാകാം, സോഷ്യൽ സെക്ടറിലാകാം, എഡ്യൂക്കേഷൻ സെക്ടറിലാകാം. ഇവിടെ എല്ലാം എന്താണ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും ഗവൺമെന്റിന്റെ റോളും കൂട്ടുക എന്നുള്ളതാണ്, കൂട്ടുക എന്നുള്ളതാണ് എന്ത് കിനീഷ്യൻ പോളിസി അല്ലെ കിനീഷ്യൻ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് സ്പെൻഡിങ് ഈസ് ഇൻ എഫക്ട് ആൻ ഇൻജെക്ഷൻ ഓഫ് ഡിമാൻഡ് ഇൻ ടു എക്കോണമി. അങ്ങനെ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയിട്ട് എന്താണ് ഡിമാൻഡ് എക്കണോമിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം attempt to apply Keynes ideas was undertaken in USA. Keynes ideas was undertaken in USA during Roosevelt's New Deal. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ന്യൂ ഡീൽ പോളിസി എന്ന് പറയുന്നത് ഈ ഒരു അറ്റംപ്റ്റ് ആണ്. കിനീഷ്യൻ എക്കണോമിക്സ് അല്ലെ കിനീഷ്യൻ പോളിസി പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആണ്. അല്ലെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ന്യൂ ഡീൽ എന്ന് പറയുന്നത്. ടു ഇംപ്രൂവ് ദ ലിവ്സ് ഓഫ് അൺഎംപ്ലോയിഡും വിഡോസും ചിൽഡ്രനുമായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു വെൽഫെയറിസ്റ്റ് പോളിസിയാണ് എന്ത് ന്യൂ ഡീൽ എന്ന് പറയുന്നത്. അപ്പം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ന്യൂ ഡീൽ പോളിസി എന്താണ് ഒരു വെൽഫെയർ അല്ലെങ്കിൽ കിനീഷ്യൻ എക്കണോമിക് പോളിസി എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി ആണ്, ഇൻഡിവിജ്വലിസം അല്ല ഇൻഡിവിജ്വാലിറ്റി ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫ്രീഡം ആണ്, നെഗറ്റീവ് ഫ്രീഡം അല്ല പോസിറ്റീവ് ഫ്രീഡം ആണ്. തേർഡ് എന്ന് പറയുന്നത് എന്താണ്? വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ഫോർത്ത് എന്ന് പറയുന്നത് എക്കണോമിക് മാനേജ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ലിബറൽസ് അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്ലാസിക്കൽ ലിബറലിസവും മോഡേൺ ലിബറലിസവും തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തൊക്കെയാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ബേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ചിലപ്പം ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ഫീച്ചർ എന്നിട്ടായിരിക്കും മോഡേൺ ലിബറലിസത്തെ കുറിച്ച് ശരിയാണോ, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മോഡേൺ ലിബറലിസം ആർ ട്രൂ എന്ന് ചോദിക്കുന്നത്. ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ഫീച്ചർ എന്നിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ് ഡിഫറൻസ്? ക്ലാസിക്കൽ ലിബറലിസം വരുമ്പോൾ എക്കണോമിക് ലിബറലിസം ആണ്, അതായത് ഗവൺമെന്റ് ആണ് മെയിനായിട്ട്, ഗവൺമെന്റ് റോളില്ല. എക്കണോമിക് സ്പിയർ വരുമ്പോൾ, എക്കണോമിക് സെക്ടർ വരുമ്പോൾ എന്താണ്, എക്കണോമിക് പോളിസീസ് വരുമ്പോൾ എന്താണ്, ഗവൺമെന്റിന് റോളില്ല. ഈഗോയിസ്റ്റിക് ഇൻഡിവിജ്വൽ ആണ്, സെൽഫിഷ് ഇൻട്രസ്റ്റ്, എല്ലാവരും അവരവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് നോക്കി ജീവിക്കുക എന്നുള്ളതാണ് എന്ത് ക്ലാസിക്കൽ ലിബറലിസം പറയുന്നത്. പിന്നെ മാക്സിമൈസ് യൂട്ടിലിറ്റി, അവരുടെ ഇൻട്രസ്റ്റ് അത് എങ്ങനെ മാക്സിമൈസ് ചെയ്യുക, ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്താണ് അവരുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അവരുടെ പിന്നെ മെറ്റീരിയൽ അക്വിസിഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നെഗറ്റീവ് ഫ്രീഡം ആണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റിന് വലിയ റോളില്ല. പിന്നെ മിനിമം സ്റ്റേറ്റിന് വലിയ റോളില്ല എന്നുള്ളതാണ്. ഫ്രീ മാർക്കറ്റ് ആണ്. റൈറ്റ് ബേസ്ഡ് ജസ്റ്റിസ് ആണ്. ഫെയർ അല്ല, റൈറ്റ് ബേസ്ഡ്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള റൈറ്റ്സ് ആയിരിക്കും കിട്ടുക. ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് സ്പെഷ്യൽ പരിഗണനയൊന്നും ഉണ്ടാവില്ല. സ്ട്രിക്റ്റ് മെറിറ്റോക്രസി ആണ്. പിന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, അവരവരുടെ എന്താണ് അവരവരുടെ പ്രോഗ്രസ് അല്ല അവരവരുടെ ഗ്രോത്ത് എന്താണ് അവരവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ്. പിന്നെ സേഫ്റ്റി നെറ്റ്, വെൽഫെയർ, ഒരു കലാമിറ്റി, വെൽഫെയർ ഇല്ല എന്നുള്ളതല്ല, കലാമിറ്റി, ഒരു വലിയ കലാമിറ്റി ഉണ്ടാകുന്നു, ഫ്ലഡ് ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, എർത്തുക്വേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ വലിയ കലാമിറ്റി അല്ല വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്പെൻഡ് ചെയ്യും. അല്ലാത്ത പക്ഷം എന്താണ് ഗവൺമെന്റിസത്തിൽ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യില്ല അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ലിബറലിസം. പിന്നെ വരുന്നത് എന്താണ്
അടുത്തത് മോഡൽ ലിബറലിസം, സോഷ്യൽ ലിബറലിസം ആണ്. എക്കണോമിക് ലിബറലിസം അല്ല, ഗവൺമെന്റിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് വെൽഫെയർ ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ഡിപ്രൈഡ് ആയിട്ടുള്ളവരുടെ, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ളവരുടെ വെൽഫെയറിൽ എന്താണ് ഗവൺമെന്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അക്കോർഡിംഗ് ടു മോഡൽ ലിബറലിസം ഡെവലപ്മെന്റ് ഇൻഡിവിജ്വലിസം ആണ്, ഈഗോയിസ്റ്റിക്കൽ അല്ല. എല്ലാവരും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെ പേഴ്സണൽ ലെവൽ ഡെവലപ്മെന്റ് ആണ് എന്ത് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ പേഴ്സണൽ ഗ്രോത്ത് ആണ്, മാക്സിമൈസ് യൂട്ടിലിറ്റി അല്ല, മെറ്റീരിയൽ അക്വിസിഷൻ എല്ലാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു മോഡേൺ ലിബറൽസ് ഓരോ വ്യക്തികളും മെറ്റീരിയൽ അക്വിസിഷൻ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ഫ്രീഡം ആണ്, നെഗറ്റീവ് ഫ്രീഡം അല്ല. പിന്നെ എനേബിളിംഗ് സ്റ്റേറ്റ് അല്ലെ ഇന്റർനാഷണൽ സ്റ്റേറ്റ് ആണ്. ഗവൺമെന്റിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്, എക്സ്പെഷ്യലി കമ്മിങ് ടു എക്കണോമിക് സ്പിയർ അല്ലെ എക്കണോമിക് പോളിസി ഫ്രെയിംവർക്ക് വരുമ്പോൾ എന്താണ് ഗവൺമെന്റിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. പിന്നെ മാനേജ്ഡ് എക്കണോമിയാണ്, ഓൾറെഡി പറഞ്ഞു ഗവൺമെന്റ് റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഗവൺമെന്റ് എക്കണോമിയെ മാനേജ് ചെയ്യാനുള്ള റോൾ എന്താണ് ഗവൺമെന്റിനാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ജസ്റ്റിസ് ആസ് ഫെയർനെസ് ആണ്, റൈറ്റ് ബേസ്ഡ് ജസ്റ്റിസ് അല്ല, ജസ്റ്റിസ് ആസ് ഫെയർനെസ് ആണ്. അപ്പോൾ ഡിപ്രൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് സ്പെഷ്യൽ പരിഗണന കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ കൺസേൺ ഫോർ ദ പുവർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്, ഗവൺമെന്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് ടു ഗ്രേവ് വെൽഫെയർ, ഒരു സ്പെഷ്യൽ അല്ലെ സാഹചര്യത്തിനനുസരിച്ചുള്ള വെൽഫെയർ അല്ല, ക്രെഡിറ്റ് ടു ഗ്രേവ് വെൽഫെയർ ആണ് ഇവിടെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിക്കൽ ലിബറലിസം മോഡേൺ ലിബറലിസം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്, ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് നമ്മൾ കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ ഇതനുസരിച്ച് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമംഗ്സ് ദ ഫോളോയിങ് ഇസ് എ പോസിറ്റീവ് ലിബറലിസ്റ്റ്? പോസിറ്റീവ് ലിബറലിസ്റ്റ്, ഇതിൽ ആരാണ് പോസിറ്റീവ് ലിബറലിസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹറോൾഡ് ജെലെസ്കി ആണോ? ഓപ്ഷൻ എ ഹറോൾഡ് ജെലെസ്കി, ബി മിൽട്ടൺ ഫ്രൈഡ്മാൻ, സി റോബർട്ട് നോസിക്, ഡി ഹെർബർട്ട് സ്പെൻസർ. ഹു എമംഗ്സ് ദ ഫോളോയിങ് ഈസ് എ പോസിറ്റീവ് ലിബറലിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലെസ്കി ആണ്, ഹറോൾഡ് ലെസ്കി ആണ് ഉത്തരം. നമ്മൾ ഡിസ്കസ് ചെയ്തു, മോഡേൺ ലിബറലിസം ഡിസ്കസ് ചെയ്തപ്പം ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡേൺ ലിബറൽസ് എന്ന് ഡിസ്കസ് ചെയ്തു. ടി എച്ച് ഗ്രീൻ ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കർ. അതോടൊപ്പം തന്നെ ഹറോൾഡ് ലെസ്കി ഉണ്ട്, എൽ.ടി. ഹോബൗസ് ഉണ്ട്, ജെ ഹോബ്സ് ഉണ്ട്. ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡേൺ ലിബറൽസ് ആണ് എന്നുള്ളത്. അപ്പം മോഡേൺ ലിബറൽസ് ആണ് എന്ത് പോസിറ്റീവ് ഫ്രീഡം അല്ലെങ്കിൽ പോസിറ്റീവ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഹറോൾഡ് ലെസ്കി ആണ് എന്ത് ഇതിന്റെ ഉത്തരം. ഹറോൾഡ് ലെസ്കി ബിലോങ്സ് ടു ട്രഡീഷൻ ഓഫ് മോഡേൺ ലിബറലിസം വിച്ച് അഡ്വക്കേറ്റ് പോസിറ്റീവ് ഫ്രീഡം, അതേഴ്സ് അസോസിയേറ്റ് വിത്ത് ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ ലിബറലിസം. ഇതിൽ മറ്റുള്ളവരൊക്കെ എന്താണ് ക്ലാസിക്കലും നിയോ ക്ലാസിക്കലും റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കറാണ് എന്നുള്ളതാണ്. ഇതിൽ മിൽട്ടൺ ഫ്രൈഡ്മാൻ നിയോ ക്ലാസിക്കൽ തിങ്കറാണ്, റോബർട്ട് നോസിക് ഒരു നിയോ ക്ലാസിക്കൽ തിങ്കറാണ്, ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത് എന്താണ് ആരാണ് പിന്നെ ക്ലാസിക്കൽ ലിബറൽ തിങ്കറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹറോൾഡ് ലെസ്കി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ്സ് ദ ഫോളോയിങ് തിങ്കേഴ്സ് ഹു ആഡഡ് എ മോറൽ ഡയമെൻഷൻ ടു ലിബറലിസം? ഇതിൽ ആരാണ് ലിബറലിസത്തിന് ഒരു മോറൽ ഡയമെൻഷൻ അല്ല മോറൽ ഡെഫിനിഷൻ കൊടുത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എഫ് എ ഹൈക്ക്, ഓപ്ഷൻ ബി ജെ എസ് മിൽ, ഓപ്ഷൻ സി ടി എച്ച് ഗ്രീൻ, ഓപ്ഷൻ ഡി മിൽട്ടൺ ഫ്രൈഡ്മാൻ. ഇതിൻ്റെ ഉത്തരവും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്, ടി എച്ച് ഗ്രീൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ടി എച്ച് ഗ്രീൻ ആണെന്ന് പറഞ്ഞത് പോസിറ്റീവ് ഫ്രീഡത്തെ കുറിച്ചും പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറിച്ചും എല്ലാം ആരാണ് പറഞ്ഞത്? ടി എച്ച് ഗ്രീൻ ആണ് പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പം ഹി ആഡഡ് എ മോറൽ ഡയമെൻഷൻ ടു ലിബറലിസം എന്നുള്ളതാണ്. റൈറ്റിംഗ്സ് ഓഫ് ടി എച്ച് ഗ്രീൻ ഇനീഷ്യേറ്റഡ് ഷിഫ്റ്റ് ഫ്രം ദി ക്ലാസിക്കൽ മോഡേൺ ലിബറലിസം ടു classical to modern liberalism. In contrast to classical liberalism, egoistic individual, T.H. Green believed that individuals are altruistic in nature. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ടി എച്ച് ഗ്രീൻ്റെ റൈറ്റിംഗ്സ് ആണ് എന്ത് ആ ട്രാൻസിഷൻ ഫ്രം ക്ലാസിക്കൽ ലിബറൽ സിസ്റ്റം ടു അല്ലെ മോഡേൺ ലിബറൽ സിസ്റ്റത്തിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്ത ആരാണ്? സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്? ത്രൂ റൈറ്റിംഗ്സ് ഓഫ് ടി എച്ച് ഗ്രീൻ. അപ്പോൾ ടി എച്ച് ഗ്രീൻ എന്താണ് പറയുന്നത്? ക്ലാസിക്കൽ ലിബറലിസം പറയുന്ന പോലെ എന്താണ് എല്ലാവരും ഈഗോയിസ്റ്റിക് അല്ല, സെൽഫിഷ് അല്ല, എല്ലാ വ്യക്തികളും എന്താണ് ഈഗോയിസ്റ്റിക് അല്ല, സെൽഫിഷ് അല്ല, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഹ്യൂമൻ ബീങ്സ് ആർ ആൾട്രൂയിസ്റ്റിക് ഇൻ നേച്ചർ എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അപ്ലിഫ്റ്റിന് വേണ്ടി അല്ല, മറ്റുള്ളവരുടെ എംപവറിന് വേണ്ടി, മറ്റുള്ളവരുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടി എന്താണ് പുരോഗതിക്ക് വേണ്ടി എന്താണ് ഓരോ മനുഷ്യർക്കും സഹായിക്കാൻ പറ്റും. എക്സ്പെഷ്യലി കമ്മിങ് ടു ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെ എംപവർമെന്റിന് വേണ്ടി എന്താണ് മനുഷ്യന്മാർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് ടി എച്ച് ഗ്രീന് പറയുന്നത്. സോ ഹി ആഡഡ് എ മോറൽ ഡയമെൻഷൻ ടു ദ ഫിലോസഫി ഓഫ് ലിബറലിസം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടി എച്ച് ഗ്രീൻ. അപ്പം ഇതൊക്കെയാണ് മോഡേൺ ലിബറലിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിന് നോട്ട്സിന് വേണ്ടി നമ്മുടെ ഐഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് എയ്ഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് വാട്സപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നതാണ്. അപ്പം അത് എല്ലാവരും ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് നോട്ട്സ് കാര്യങ്ങളെല്ലാം ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എന്താണ് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.